ഹായ് ഗായ്സ്, നമ്മൾ പുതിയൊരു ASM CPO ഇനി വരാൻ പോകുന്ന ബിവറേജ് LD VFA തുടങ്ങിയ എക്സാമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 2025 എക്സാമുകൾ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ടല്ലോ. അതുപോലെ ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ASM പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? 2 ഘട്ടമായിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. CPO എക്സാമിന് എല്ലാം ഉപകാരമാവുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും എക്സാമിലേക്ക് പോകുമ്പോൾ IT-യിൽ നിന്ന് 3 മാർക്കാണ് PSC പറയുന്നത് എങ്കിലും എന്ത് വരാറുണ്ട് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസോളം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ എടുത്ത് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും. 5 ക്വസ്റ്റ്യൻസോളം ഏതിൽ വരുന്നുണ്ട്? ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്നുണ്ട്. ഒരു പഠിക്കാൻ ഒരു ഏരിയ കഷ്ടം തന്നെയുള്ളതാണ്. ആ സ്ഥാനത്ത് നമുക്കത് കുറച്ച് മാറ്റിയിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പഠിച്ചിട്ട് ഒപ്പം പോവുകയാണെങ്കിൽ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിരിക്കും പരമാവധി മാർക്ക് ആ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നമുക്കൊരു ടോപ്പിക് ഉണ്ട്, ഹാർഡ്വെയർ എന്നൊരു ടോപ്പിക് ഉണ്ട് അല്ലേ? ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും വരുന്ന ഹാർഡ്വെയറിൽ ആ ടോപ്പിക്കിൽ നിന്നും നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ് ഹാർഡ്വെയർ? ഓക്കെ, സോഫ്റ്റ്വെയർ നമുക്ക് വേറെ ക്ലാസ്സിലായിരിക്കും കേട്ടോ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, അങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് PSC എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഹാർഡ്വെയർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുക. എന്നിട്ട് ഹാർഡ്വെയറിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് PSC എന്ത് ചെയ്യണം 2021 മുതൽ എന്തൊക്കെ ചോദിച്ചു ഇതുവരെ, ഈ എത്ര വർഷമാണ്? 5 വർഷങ്ങളിൽ ആയിട്ട് PSC എന്തൊക്കെ ചോദിച്ചു എന്നുള്ളതും കൂടി നമുക്ക് ഒപ്പം പഠിച്ചു വരാം കേട്ടോ. അപ്പൊ എന്താകും, നമ്മൾ അവിടെ ആ ടോപ്പിക് അവിടെ സമ്പൂർണ്ണമായിട്ട് അവിടെ മാറും. ഓക്കെ, നമ്മൾ ടോപ്പിക്ക് പഠിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കും, ടോപ്പിക്ക് പഠിക്കില്ല. അപ്പൊ എന്താണ് അവിടെ ഒരു കംപ്ലീറ്റ് വരുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് രണ്ടും നല്ല രീതിയിൽ ഒപ്പം കൊണ്ടുപോയി തീരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സിലബസിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒന്ന് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റുകൾ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഹാർഡ്വെയർ എന്ന ടോപ്പിക്കാണ്. അതിൽ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും മെമ്മറി ഡിവൈസസ് മെമ്മറി ഡിവൈസസ് നോക്കട്ടെ, നമുക്ക് ക്ലാസ്സിന്റെ ടൈം എത്രത്തോളം പോകുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായിട്ട് പഠിച്ച് ആ ഇൻപുട്ട് ഡിവൈസസിൽ നിന്നും ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നും എന്തൊക്കെ PSC പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതൊക്കെ കൂടിയിട്ട് പഠിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. എങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല നല്ല കമന്റുകൾ, അഭിപ്രായം അറിയിക്കുന്നു. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഏതാ നമ്മൾ പറഞ്ഞത്? ഇൻപുട്ട് ഡിവൈസസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസസിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ? എന്താണ് ഒരു ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക്? അതായത് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലേ, കമ്പ്യൂട്ടറിലേക്ക് എന്ത് കൊടുക്കുകയാണ്? ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകുന്നു അല്ലേ? ഡാറ്റകളും നിർദ്ദേശങ്ങളും കൊടുക്കണം അല്ലേ നമ്മൾ? എന്നാലാണ് നമുക്ക് അത് എന്ത് ചെയ്യുകയുള്ളൂ, അത് വിവരങ്ങൾ ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ അല്ലേ? ഇപ്പൊ ഡാറ്റയും നിർദ്ദേശങ്ങളും നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്നത് ഏതു വഴിയാണ്? ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നത്. അപ്പൊ ഏതൊക്കെ വഴി ആയിരിക്കും? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഒരു സ്ക്രീനിൽ ഒരു ടേബിൾ ഒന്നും മനസ്സിൽ കാണും, അവിടെ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടാകും അല്ലേ? അതിന്റെ തൊട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? കീബോർഡ് വെച്ചിട്ടുണ്ടാകും, മൗസ് വെച്ചിട്ടുണ്ടാകും, ക്യാമറകൾ വെച്ചിട്ടുണ്ടാകും, സ്കാനർ വെച്ചിട്ടുണ്ടാകും, പ്രിന്റർ വെച്ചിട്ടുണ്ടാകും, CPU വെച്ചിട്ടുണ്ടാകും. അങ്ങനെ പല പല ഡിവൈസുകൾ നമ്മൾ ആ കമ്പ്യൂട്ടറിന്റെ ചുറ്റുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ അതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസസ്, ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ആദ്യം കാണാം, ഏത് കാണാം? കീബോർഡ് കാണാം അല്ലേ? കീബോർഡ് കാണാം. അപ്പൊ ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോ മക്കളെ. ഒന്ന് കീബോർഡ് ആണ് കേട്ടോ. 2 ഇത് വരും മൗസ്, കീബോർഡ്, മൗസ്. പിന്നെ ഏതാണ് വരിക? ലൈറ്റ് പിന്ന്. എന്താണ്? ലൈറ്റ് പിന്ന് കേട്ടോ, ലൈറ്റ് പിന്ന്. പിന്നെ ഏത് വരും? സ്കാനർ വരും കേട്ടോ, സ്കാനർ വരും. ലൈറ്റ് പിന്ന്, സ്കാനർ. പിന്നെ ഡിജിറ്റൽ ക്യാമറ കേട്ടോ, ഡിജിറ്റൽ ക്യാമറ. പിന്നെ ഏതാണ്? ടച്ച് പാഡുകൾ വരും, പിന്നെ ജോയ്സ്റ്റിക്ക് കേട്ടോ, ജോയ്സ്റ്റിക്ക്.
പിന്നെ ഏതൊക്കെയാണ്? മൈക്രോഫോൺ വരും, മൈക്രോഫോൺ ട്ടോ, മൈക്രോഫോണ്. പിന്നെ ബാർകോഡ് റീഡർ ഉണ്ടല്ലോ, ബാർകോഡ് റീഡർ, ബാർകോഡ് റീഡർ. പിന്നെ QR കോഡ് റീഡർ, QR കോഡ് റീഡർ. പിന്നെ നമ്മുടെ OMR വെരിഫൈ ചെയ്യാൻ അറിയില്ലേ? OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയും അല്ലേ? OMR. പിന്നെ ട്രാക്ക് ബോള്, ട്രാക്ക് ബോള് കേട്ടോ, ട്രാക്ക് ബോള്. പിന്നെ OMR OCR കേട്ടോ, ഇതിക്ക് ഒപ്പം കണക്ട് ചെയ്തോ. OMR ആൻഡ് OCR. OMR എന്താ? OMRന്റെ ഫുൾ ഫോം എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OCRന്റെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നാണ് കേട്ടോ. ഓക്കെ, OCR. പിന്നെ ഡിജിറ്റൈസർ, ഡിജിറ്റൈസർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ഉപകരണങ്ങളൊക്കെ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്താ ഇൻപുട്ട് ഡിവൈസസ്? കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകളും നിർദ്ദേശങ്ങളും നൽകുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1 കീബോർഡ്, 2 മൗസ്, 3 ലൈറ്റ് പെന്ന്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോണ്, ബാർകോഡ് റീഡർ. പിന്നെ ഏതാ? QR കോഡ് റീഡർ, OMR OCR ഒപ്റ്റിക്കൽ മാർക്ക് റീഡറും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറും ട്രാക്ക് ബോള്, ഡിജിറ്റൈസർ. ഒക്കെയാണോ? ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ് കേട്ടോ, ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാഥമിക, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ കീബോർഡ് ആണ്. ഇതെന്താണ് സാധനം? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസസ് ആയിട്ടുള്ള കീബോർഡ് ആണ്. അപ്പൊ ഈ കീബോർഡ് എന്താണ്? പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്. ഈ കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കേട്ടോ. ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് കേട്ടോ, ക്രിസ്റ്റഫർ ഷോൾസ് കേട്ടോ, ക്രിസ്റ്റഫർ ഷോൾസ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇപ്പൊ നോക്കിയത്, അപ്പൊ ഒരു C എന്ന അക്ഷരം ഉണ്ട് അല്ലേ? ഈ C എന്ന അക്ഷരത്തിൽ, ഈ C എന്ന അക്ഷരത്തിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട്, ഇങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് കിട്ടണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ C അമർത്തുന്ന സമയത്ത് ഏതൊരു അക്ഷരത്തിലാണെങ്കിലും അമർത്തുമ്പോൾ ഈ കീബോർഡിൽ എന്താണ്? ഈ അക്ഷരത്തിന് തുല്യമായിട്ടുള്ള ഒരു എന്തുണ്ടാകും? ഒരു ASCII കോഡ് ഉണ്ടാകും. എന്താണ്? അത് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ASCII കോഡ് കേട്ടോ, ASCII ട്ടോ, അതൊരു ASCII കോഡാണ് കേട്ടോ. ASCII കോഡ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന് നൽകും. ഇപ്പൊ C എന്ന് അമർത്തുന്ന സമയത്ത് കീബോർഡ് എന്ത് ചെയ്യും? അതിന്റെ ASCII കോഡ് ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടറിന് നൽകുകയാണ്. എന്താണ് നൽകേണ്ടത് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ASCII കോഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ASCII കോഡ് ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. അമേരിക്കൻ ആണ് കേട്ടോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ ആണോ? ഇതാണ് ASCIIയുടെ ഫുൾ ഫോം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ, ഇപ്പൊ കോഡ് എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ എന്നൊക്കെ ആക്കിയിട്ടായിരിക്കും അവർ തരിക കേട്ടോ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ASCIIയുടെ ഫുൾ ഫോം കേട്ടോ. ഇനി നമ്മൾ കീബോർഡിൽ എന്ന് പറയുന്നത് എത്ര കീകളുണ്ട്? ഇതിൽ മൊത്തം എത്ര കീകളുണ്ട്? 104 കീകളാണ് കേട്ടോ. എത്രയാണ്? 104 കീകളാണ് നമ്മുടെ കീബോർഡിൽ ഉള്ളത്. പിന്നെ നമ്മുടെ കീബോർഡിന്റെ ഘടന എന്ന് പറയുന്നത് ഏതൊരു മോഡലാണ്? ക്വർട്ടി മോഡലാണ്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ക്വർട്ടി ഘടനയാണ് നമ്മുടെ കീബോർഡിനുള്ളത്. ഈ ടി ഉണ്ട് കേട്ടോ, ക്വർട്ടിയാണ്. എങ്ങനെയാ ഈ ക്വർട്ടി എന്ന് കിട്ടിയത്? ഇതാ കണ്ടോ, ഇതാണ് കേട്ടോ, ഇതാണ്ടോ ക്വർട്ടി, ഇതാണ് നമ്മുടെ
കീബോർഡിലെ ആ ഏറ്റവും മേലെ കാണപ്പെടുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനെന്ത് എഴുതിക്കുന്നത് ഈ പേര് വരാൻ കാരണം കേട്ടോ. QWERTY കേട്ടോ. ക്വർട്ടി ഘടനയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് ഉള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ മൊത്തം 104 കീ ആണെന്ന് പറഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫങ്ഷണൽ കീ എത്രയെന്ന് ചോദിക്കാറുണ്ട്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണ്? 12 ആണ് കേട്ടോ. ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണ്? 12 ആണ്. ഇനി ഫങ്ഷൻ കീസ് ഇപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ കണ്ടു. ഈ കമ്പ്യൂട്ടറിൽ ഏതൊക്കെയാണ് ഈ ഫങ്ഷണൽ കീ എന്ന് പറയുന്നത്? ഇതാണ്ടോ F1, F2, F3, F4, F5 ഇതൊക്കെ കണ്ടോ? അങ്ങനെ ഈ F12 വരെ ഉണ്ട് അല്ലേ? ഈ F12 വരെ ഉണ്ട് അല്ലേ? ഇത് മുഴുവൻ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫങ്ഷണൽ കീസ് ആണ്. ഇതാണ് ഫങ്ഷണൽ കീസ് ആണ് കേട്ടോ. ഇനി നാവിഗേഷൻ കീ ഉണ്ട്. ഇതിലെ ഈ കമ്പ്യൂട്ടറിലെ നാവിഗേഷൻ കീകൾ ഏതൊക്കെയാണ്? ആരോ കീകളാണ്. ഇതുണ്ടോ ആരോ കീ ആണ്. ലെഫ്റ്റ്, റൈറ്റ്, പേജ് അപ്പ്, പേജ് ഡൗൺ, അതുപോലെ ഹോം, എൻഡ്, ഇതൊക്കെ എന്താണ്? ഹോം, എൻഡ്, ഇതൊക്കെ എന്താണ്? ഹോം ഇതുണ്ടോ? ഹോം, എൻഡ്, അതുപോലെ പേജ് അപ്പ്, പേജ് ഡൗൺ, ഇതുണ്ടോ പേജ് ഡൗൺ കണ്ടോ? പേജ് ഡൗൺ, പേജ് അപ്പ്, പിന്നെ ഏതൊക്കെയാണ്? ഹോം, എൻഡ്, പിന്നെ ഇത് ഈ ആരോസ് കീസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നാവിഗേഷൻ കീകളാണ് കേട്ടോ. നാവിഗേഷൻ കീകളാണ്. ഇനി ഫോർമാറ്റിംഗ് കീസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഇതൊക്കെ ചോദ്യങ്ങളാണ്, മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കില്ല. പുതിയ PSC ട്രെൻഡ്, നമ്മൾ ട്രെൻഡ് മാറിക്കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോഴേക്കും പഴയ ചോദ്യങ്ങൾ വരിക, പഴയ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോഴായിരിക്കും പുതിയ ചോദ്യങ്ങൾ വരിക. അപ്പൊ നമ്മൾ എല്ലാം പഠിച്ചിട്ട് പോയാൽ നമുക്ക് എല്ലാം ആൻസർ ആക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഫംഗ്ഷൻ കീസ് ആണ്. നമ്മൾ പറഞ്ഞു F1, F2, F3 വരെ, F12 വരെയുള്ളത് ഫംഗ്ഷൻ കീസ് ആണ്. പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ്, ഇതങ്ങനെ ആരോ കീ ഒക്കെ എന്താണ്? നാവിഗേഷൻ കീ ആണെന്ന് പറഞ്ഞു. ഫോർമാറ്റിംഗ് കീസ് ഏതൊക്കെയാണ്? ഫോർമാറ്റിംഗ് കീസ് ഇതുണ്ടോ? ഈ സ്പേസ് കീ, അതുപോലെ ടാബ്, ഇതുണ്ടോ ഈ ടാബ് കണ്ടോ? ടാബ്, പിന്നെ എൻറ്റർ, ഇതുണ്ടോ ടാബ്, എൻറ്റർ, പിന്നെ റിട്ടേൺ, ടാബ്, എൻറ്റർ, റിട്ടേൺ കീകളൊക്കെ എന്താണ്? എന്ത് കീ ആയിട്ട് വരും? ഫോർമാറ്റിംഗ് കീസ് ആയിട്ട് വരും. ഇനി മോഡിഫിക്കേഷൻ കീസ് ആണ്. മോഡിഫിക്കേഷൻ കീസ് ആണ് ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്. കണ്ടോ? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്, ഇതൊക്കെ ഏത് കീ ആണ്? മോഡിഫിക്കേഷൻ കീ ആണ് കേട്ടോ. മോഡിഫിക്കേഷൻ കീ ആണ്. ഇനി ടോഗിൾ കീസ് ആണ്. ടോഗിൾ കീസ് ആണ് ഏതൊക്കെ വരിക? നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക്, ക്യാപ്സ് ലോക്ക് എവിടെ? ഇതുണ്ടോ ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, ഇതുണ്ടോ നമ്പർ, ഓക്കെ, ഇത് ബാക്ക് സ്പേസ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, ഇത് അവിടെ കീ ഉണ്ടാവും. നമ്മുടെ നമ്പർ എന്താകും? ഇവിടെ ലോക്കായിട്ട് പോകും കേട്ടോ. ഈ നമ്പറുകളൊന്നും പിന്നെ ഇവിടെ വർക്ക് ചെയ്യില്ല. നമ്പർ ലോക്ക്, പിന്നെ സ്ക്രോൾ ലോക്ക്, ഇതൊക്കെ ഏത് കീ ആണ്? ടോഗിൾ കീസ് ആണ് കേട്ടോ. ടോഗിൾ കീസ് ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ പഠിച്ചു ഫങ്ഷണൽ കീസ് പറയുമ്പോൾ F വെച്ചിട്ട് തുടങ്ങുന്നത് അല്ലേ? ഫങ്ഷണൽ കീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? F1, F2 അല്ലേ? ഫങ്ഷണൽ കീസ് F1, F2, F3, F അങ്ങനെ പോയിട്ട് F12 വരെയുള്ളതാകും. പിന്നെ നാവിഗേഷൻ കീസ് ഏതാണ്? നാവിഗേഷൻ കീസ് ഏതൊക്കെയാ പറഞ്ഞത്? ആരോ അല്ലേ? ആരോ കീസ്, പിന്നെ പേജ് അപ്പ്, പേജ് ഡൗൺ, പിന്നെ ഹോം, പിന്നെ എൻഡ്, ഇതൊക്കെ എന്താണ്? നാവിഗേഷൻ കീസ് ആണ് അല്ലേ? ഫോർമാറ്റിംഗ് കീസ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫോർമാറ്റിംഗ് കീസ് ഏതൊക്കെയാ പറഞ്ഞത്? സ്പേസ് ബാർ അല്ലേ? സ്പേസ് ബാർ, പിന്നെ ടാബ്, എൻറ്റർ, റിട്ടേൺ, ഇതൊക്കെ എന്താണ്? ഫോർമാറ്റിംഗ് കീസ് ആണ്. മോഡിഫിക്കേഷൻ കീസ് ഏതൊക്കെയാ പഠിച്ചത്? മോഡിഫിക്കേഷൻ കീസ് ഏതൊക്കെയാ? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട് അല്ലേ? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്, ഇതൊക്കെ എന്താണ്? മോഡിഫിക്കേഷൻ കീസ് ആണ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? കീബോർഡുകളുണ്ട്. ഇനി ഈ കീബോർഡുകൾ തന്നെ എന്ത് ചെയ്യും? ഇവിടെ ഒരു വയർ ഉണ്ടാവും. ഈ ഒരു വയർ വെച്ചിട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെയൊന്നുണ്ട്. പിന്നെ ഈ വയർ ഇല്ലാതെയുള്ള കമ്പ്യൂട്ടറുകളും ഉണ്ട്. ഓക്കെ, വയർലെസ്സും ഉണ്ട്, വയേർഡ് കമ്പ്യൂട്ടറുകളും കീബോർഡുകളും ഉണ്ട്. ഓക്കെ, അതായത് വയർഡ്, ഇപ്പൊ ഇങ്ങനെ ഇതിലൊരു വയർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ വയർ കൊണ്ടുപോയിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൊണ്ട് കുത്തിയാലാണ് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ കീബോർഡ് വർക്കിംഗ് ആകുള്ളൂ. ഇനി കീബോർഡൊന്നും വേണ്ട, അല്ല വയറൊന്നും വേണ്ട, അല്ലാതെയും കീബോർഡ് വർക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വയേർഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ ആണ് കീബോർഡ് എങ്കിൽ അത് പ്രവർത്തിക്കുന്നത്, CPU-യുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? PS-2 ട്ടോ. PS-2 ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ USB പോർട്ട് ഉപയോഗിച്ചിട്ടോ ആയിരിക്കും ട്ടോ.
PS2 അല്ലെങ്കിൽ USB പോർട്ട് ഉപയോഗിച്ചിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക ഈ കീബോർഡ് പ്രവർത്തിക്കുക. ഇനിയിപ്പോൾ ഈ വയർ ഇല്ല എങ്കിൽ, വയർലെസ് ആണെങ്കിൽ ട്ടോ, വയർലെസ്സിലെ വയർ ഇല്ല എങ്കിൽ ആ കീബോർഡ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇൻഫ്രാറെഡ് തരംഗങ്ങളോ, എങ്ങനെയാണ്? ഇൻഫ്രാറെഡ് കേട്ടോ, ഇൻഫ്രാറെഡ് തരംഗങ്ങളോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ ആയിട്ട് ആയിരിക്കും. റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത്. എന്താണ്? ബ്ലൂടൂത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഫ്രാറെഡ് തരംഗങ്ങളായിട്ടോ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളായിട്ടോ ബ്ലൂടൂത്ത് തരംഗങ്ങളായിട്ടോ ഈ മൂന്നെണ്ണമാണ് അതായിട്ടായിരിക്കും വയർലെസ് കീബോർഡുകൾ പ്രവർത്തിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കീബോർഡിനെ കുറിച്ചിട്ട് ഇവിടെ മനസ്സിലാക്കി വെക്കുക. പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്, ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കണ്ടുപിടിച്ചത്. ASCII നമ്മൾ കീ അമർത്തുന്ന സമയത്ത് അതിന്റെ ASCII രൂപത്തിലുള്ള ഘടനീയ മോഡൽ വഴിയായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾക്ക് കിട്ടേണ്ടത് എന്താണ് എന്നുള്ളത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് കേട്ടോ. ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നതാണ് അതിന്റെ ഫുൾ ഫോം. 104 കീകളുണ്ട്. ക്യോർട്ടി ഘടനയാണ് കമ്പ്യൂട്ടറിനുള്ളത്. ഫംഗ്ഷൻ കീസ് 12 ആണ്. ടോട്ടൽ കീ 104 ആണ്. ഫംഗ്ഷൻ കീ ഏതാണ്, നാവിഗേഷൻ കീ ഏതാണ്, ഫോർമാറ്റിംഗ് കീ ഏതാണ്, മോഡിഫിക്കേഷൻ കീ എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വയേർഡ് കമ്പ്യൂട്ടർ ഉണ്ട്, വയേർഡ് കീബോർഡ് ഉണ്ട്, വയർലെസ് കീബോർഡ് ഉണ്ട്. വയേർഡ് കീബോർഡ് ആണെങ്കിൽ അവിടെ PS2 അല്ലെങ്കിൽ USB പോർട്ടോ ഉപയോഗിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ വയർലെസ് ആണെങ്കിൽ എന്താണ്, ഇൻഫ്രാറെഡ് തരംഗങ്ങളോ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ ബ്ലൂടൂത്ത് തരംഗങ്ങളോ ആയിട്ടായിരിക്കും അതിൽ പ്രവർത്തനക്ഷമമാകുക കേട്ടോ. രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസസ് ആയിട്ടുള്ള മൗസ് ആണ്. മൗസിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടത്? മൗസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും ഡാറ്റകൾക്കും ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇത് മൗസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് മൗസ് കണ്ടുപിടിച്ചത് ആരാണ് മൗസ് കണ്ടുപിടിച്ചത്? ഡഗ്ലസ് എയ്ഗൽബർട്ട് ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ഡഗ്ലസ് എയ്ഗൽബർട്ട് കേട്ടോ. ഡഗ്ലസ് എയ്ഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. അതുപോലെ ഈ അടുത്ത് നടന്ന ഒരു എക്സാമിന്റെ പ്രീവിയസ് ചോദ്യങ്ങളാണ് മൗസിനെ കുറിച്ചിട്ട്. എന്താണ്, ഒരു കമ്പ്യൂട്ടറിലെ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം ഏതാണ്? മൗസ് ആണ്. മൗസ് മാത്രമല്ല ഇൻപുട്ട് ഡിവൈസസിൽ പോയിന്റിംഗ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസസിൽ മൗസും വരും. ട്രാക്ക് ബോൾ നമ്മൾ പറഞ്ഞില്ലേ, ട്രാക്ക് ബോൾ, മൗസ്, ട്രാക്ക് ബോള്, അതുപോലെ ജോയ്സ്റ്റിക്ക് കേട്ടോ. മൗസ്, ട്രാക്ക് ബോള്, ജോയ്സ്റ്റിക്ക്, ഇത് മൂന്നും എന്താണ് പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ് മൗസ്, ട്രാക്ക് ബോള്, ജോയ്സ്റ്റിക്ക് കേട്ടോ. മൗസ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ വരികയാണെങ്കിൽ മൗസ്, ട്രാക്ക് ബോള്, ജോയ്സ്റ്റിക്ക് മൂന്നും ഇൻപുട്ട് ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. മൗസിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൗസിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മിക്കി പെർ സെക്കൻഡ് ആണ് കേട്ടോ. മിക്കി പെർ സെക്കൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മൗസുകൾ എന്ന് പറയുന്നത് പലതരം മൗസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വയേർഡ് കമ്പ്യൂട്ടറുകളും വയർലെസ് കമ്പ്യൂട്ടറുകളെയും എന്ന് പറഞ്ഞിട്ട് 2 തരം സെക്ഷൻ പഠിച്ചില്ലേ. അതുപോലെ ഈ മൗസിലും പലതരം മൗസ് ഉണ്ട്. ബോൾ മൗസ് ഉണ്ട്, പല ഷേപ്പിലായിട്ടാണ് കേട്ടോ. ബോൾ മൗസ് ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്. പിന്നെ ഏത് വരും? ലേസർ മൗസും വരും കേട്ടോ. ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ്, ബോൾ മൗസ് ഇതൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഈ ബോൾ മൗസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചുവട്ടിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്? സാധാരണ ഉപയോഗിക്കുന്നത് ബോൾ മൗസ് ആണ് അല്ലേ. ബോൾ മൗസ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? അതിന്റെ ചുവട്ടിൽ ഒരു ഗോൾ, അതിന്റെ അടിയിൽ ഒരു ഗോളും ഉണ്ടാവും. അതിന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏത് പ്രവർത്തിക്കുക? ബോൾ മൗസ് പ്രവർത്തിക്കുക. ഒപ്റ്റിക്കൽ മൗസ് എങ്ങനെയായിരിക്കും? ഒപ്റ്റിക്കൽ മൗസ് LED ഉപയോഗിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. ലേസർ മൗസ് എങ്ങനെയായിരിക്കും? അതിലെ ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ മൗസിലും എന്തുണ്ട്? വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. നമ്മൾ കീബോർഡിൽ വയേർഡും വയർലെസ്സും പഠിച്ചില്ലേ. അതുപോലെ തന്നെ മൗസിലും ഉണ്ട് വയേർഡ്
വയേർഡും വയർലെസ്സും. വയേർഡിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒന്നുമില്ലെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ PS2, അല്ലെങ്കിൽ നമ്മൾ ഏതാ പറഞ്ഞത്? USB അല്ലേ? ഇത് 3 പോർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഇനി വയർലെസ് മൗസ് ആണെങ്കിലോ അവിടെ റേഡിയോ തരംഗങ്ങളായിരിക്കും പ്രയോജനപ്പെടുത്തുക കേട്ടോ. വയർലെസ്സിലാണെങ്കിൽ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും മൗസ് പ്രവർത്തനക്ഷമമാകുക കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് ലൈറ്റ് പെന്ന് കേട്ടോ. ഇതാണ് ലൈറ്റ് പെന്ന്. ഓക്കെ, ലൈറ്റ് പെന്നിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. സ്ക്രീനിൽ, കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഇതും കൊണ്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാം. ഇനി ഇത് എന്താണിത്? ഇത് ടച്ച് സ്ക്രീൻ ആണ് അല്ലേ? ഇതെന്താണ്? ടച്ച് സ്ക്രീൻ. അപ്പൊ നമ്മൾ ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ്? നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ടല്ലേ അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലും എന്ത് ചെയ്യാം? ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട്, കീബോർഡിന്റെ ഒന്നും പ്രവർത്തനം ഇല്ലാതെ തന്നെ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. ഇതാ ഈ ടച്ച് സ്ക്രീനിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പരിചയപ്പെട്ടോളൂ. ക്വസ്റ്റ്യൻ: ഒരേ സമയം തന്നെ എന്താണ്? ഒരേ സമയം തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻപുട്ട് ഉപകരണമായിട്ടും ഔട്ട്പുട്ട് ഉപകരണമായിട്ടും, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഏതാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കമ്പ്യൂട്ടർ ഏതാണ്? ടച്ച് സ്ക്രീൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരേ സമയം തന്നെ ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാവുന്ന ഉപകരണമാണ് ഏത്? ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ഇത് എന്താണ്? ഗ്രാഫ് എന്താണ്? ചേഞ്ച് ഇതുണ്ട്, ടച്ച് പാഡ് കണ്ടോ? ടച്ച് പാഡ് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വന്നിട്ട് ജോയ്സ്റ്റിക് ആണ് കേട്ടോ. ഇതെന്താണ്? ടച്ച് പാഡ് കേട്ടോ. ഇതെന്താണ്? ടച്ച് പാഡ് ആണ്. ഇനി ഇതാ ടച്ച് പാഡ് കേട്ടോ. നമ്മൾ ഇൻപുട്ട് ഡിവൈസസിൽ പഠിച്ചതൊക്കെ ഓർമ്മ വരണേ. ടച്ച് പാഡ്. ഇനി ഇത് ഏതാണ്? ഇത് ജോയ്സ്റ്റിക് ആണ് കേട്ടോ. ഏതാണ്? ജോയ്സ്റ്റിക് കേട്ടോ. ഇതേതാണ്? ജോയ്സ്റ്റിക് ഉപകരണമാണ്. പിന്നെ ഈ വീഡിയോ ഗെയിം ഒക്കെ കളിക്കാനുണ്ടല്ലോ, വീഡിയോ ഗെയിം കളിക്കുക, അതുപോലെ കളിക്കാം, അത് പരിശീലന അനുകരണങ്ങൾ, അതുപോലെ റോബോട്ടുകളെ നിയന്ത്രിക്കുന്നതിനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഇത് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ ഗെയിം കളിക്കുന്നതിനും അതുപോലെ പരിശീലന അനുകരണങ്ങളും കേട്ടോ, അതുപോലെ റോബോട്ടുകളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ജോയ്സ്റ്റിക് ചൂണ്ടുപകരണങ്ങളായിട്ടും ജോയ്സ്റ്റിക്കുകളും മറ്റ് ഗെയിം നിയന്ത്രണ ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ അൾട്രാ സൗണ്ട് സ്കാനറില്ലേ, സ്കാനർ, അൾട്രാ സൗണ്ടിന്റെ ആ സ്കാനറുകൾ നിയന്ത്രിക്കാനും ജോയ്സ്റ്റിക് ഉപയോഗിക്കാം. അപ്പൊ ജോയ്സ്റ്റിക്കിൽ എന്തൊക്കെ പഠിച്ചു? അൾട്രാസൗണ്ട് സ്കാനർ പ്രവർത്തിക്കാനും, അതുപോലെ വീഡിയോ ഗെയിം കേട്ടോ, വീഡിയോ ഗെയിം കളിക്കാനും, പിന്നെ എന്താണ്? വീഡിയോ ഗെയിം കളിക്കാനും, പിന്നെ റോബോട്ടുകളെ നിയന്ത്രിക്കാനും ഒക്കെ എന്ത് ചെയ്യാം? റോബോട്ടുകളെ നിയന്ത്രിക്കാനും ഒക്കെ ഏത് ഉപയോഗിക്കാം? ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കാം. അടുത്തത് നോക്കൂ. അടുത്തത് ഏതാണ്? മൈക്രോഫോൺ അല്ലേ? അടുത്തത് ഏതാണ്? മൈക്രോഫോൺ ആണ്. എന്താണ്? സാധാരണയായിട്ട് അല്ലേ അനലോഗ് രൂപത്തിലുള്ള ശബ്ദം ഇത് സ്വീകരിച്ചിട്ട് എന്താക്കും? ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. അനലോഗ് ശബ്ദത്തിനെ ഇതിലേക്ക് ലഭിക്കുന്ന ശബ്ദം ഏത് രൂപമായിരിക്കും? അനലോഗ് ശബ്ദമായിരിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ഏത് ഡിജിറ്റലാക്കി മാറ്റും? ഏതിലേക്ക് മാറ്റും? ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനാണ് ഡിജിറ്റൽ കേട്ടോ. അനലോഗ് ശബ്ദത്തെ ഡിജിറ്റൽ ശബ്ദത്തിലേക്ക് മാറ്റുന്നത് ഏതാണ്? മൈക്രോഫോൺ ആണ്. ഇനി ഇതാണ് സ്കാനർ. ഏതാണ്? സ്കാനർ. സ്കാനർ അറിയാലോ. എന്താണ്? എന്തിനാ സ്കാനർ? സ്കാനറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഈ ചിത്രത്തിന്റെ ഗുണനിലവാരം സ്കാനറിന്റെ വിശേഷത്തെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ മിഴിവിനെ ആശ്രയിച്ചിരിക്കുന്നത്, അതിന്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ സ്കാനറിൽ ഒരു ചിത്രം ഇതാക്കുന്ന സമയത്ത് അതിന്റെ ഗുണനിലവാരം നമ്മൾ പറയാറുണ്ടല്ലേ, ആ പ്രിന്ററിൽ നിന്ന് എടുത്തത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, മറ്റേത് ക്വാളിറ്റി ഇല്ലാന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്കാനറിൽ വരുന്ന കാര്യവും കേട്ടോ. അപ്പൊ അതിന്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിട്ടിരിക്കും എന്ത്? അതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ റെസൊല്യൂഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ സ്കാനറിൽ റെസൊല്യൂഷൻ രേഖപ്പെടുത്തുന്ന അളവ്
നമ്മൾ പറയാറുണ്ട് ഇത്ര 14 × 12 15 × 20 അങ്ങനെ നമ്മൾ ഒരു അളവ് പറയാറുണ്ടാവല്ലോ. ആ റെസൊല്യൂഷൻ ഏതിലായിരിക്കും? നമ്മളിപ്പോൾ ദൂരം മീറ്ററിൽ അളക്കും, സമയം സെക്കൻഡിൽ അളക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ സ്കാനറിലുള്ള റെസൊല്യൂഷൻ രേഖപ്പെടുത്തുന്നത് ഏത് അളവിലാണ്? ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് കേട്ടോ. DPI കേട്ടോ. DPI ആണ്. ഡോട്ട്സ് പെർ ഇഞ്ച്. ഡോട്ട്സ് പെർ ഇഞ്ച് കേട്ടോ. ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. അടുത്തത് ഇതെന്ത് വരും? നമ്മുടെ ഒരു തലയിലെഴുത്ത് അല്ലേ? അതല്ലേ? ഏതാണ്? OMR അല്ലേ? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് അല്ലേ? എന്തിനാണ്? മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്താൻ അല്ലേ? മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ സാധാരണ ഉപയോഗിച്ചു വരുന്ന ഒരു OMR ഷീറ്റ് ആണ് ഇത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഇതെന്താ മക്കളെ? QR കോഡ് റീഡർ ആണ് കേട്ടോ. QR കോഡ് റീഡർ അല്ലെങ്കിൽ ബാർകോഡ് റീഡർ കേട്ടോ. ബാർകോഡ് റീഡർ അല്ലെങ്കിൽ QR കോഡ് റീഡർ ആണ്. ആരാ ഈ ബാർകോഡിന്റെ പിതാവ്? ആരാ ബാർകോഡിന്റെ പിതാവ്? നോർമൻ ജോസഫ്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ് കേട്ടോ. വുഡ്ലാൻഡ്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇനി ഈ ബാർകോഡ് നമ്മൾ പറഞ്ഞു QR കോഡ് അല്ലെങ്കിൽ ബാർകോഡ് റീഡർ ആണ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് 1D ആണ് കേട്ടോ. QR എന്ന് പറയുന്നത് 2D ആണ്. 1D എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ 3D 2D എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ 1D ആണ് ഇത് ബാർകോഡ് റീഡർ കേട്ടോ. ബാർകോഡ് 1D ആണെങ്കിൽ QR കോഡ് ഏതാണ്? 2D ആണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. ഇത് ഏതാണ്? ബയോമെട്രിക് സെൻസർ ആണ് അല്ലേ? ബയോമെട്രിക് സെൻസർ ആണ്. മനുഷ്യന്റെ എന്താണ്? നമ്മൾ ബയോമെട്രിക്സ്, നമ്മൾ ഒരു ആധാർ കാർഡ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകളും കണ്ണുകളും ഒക്കെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് വഴിയാണ്? കൈവിരലൊക്കെ കൊടുത്തിരിക്കുന്നത് ബയോമെട്രിക് സെൻസർ വഴിയാണ് അല്ലേ? അപ്പൊ മനുഷ്യന്റെ അദ്വിതീയമായ ശാരീരിക സവിശേഷതകൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഏത്? ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതെന്താണ്? ഇത് ബയോമെട്രിക് സെൻസർ അല്ലേ? ഇതേതാ സാധനം? ഇതേതാണ്? സ്മാർട്ട് കാർഡ് റീഡർ ആണ് അല്ലേ? സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് റീഡർ അല്ലേ? എന്തിനാണ്? ഡാറ്റ സംഭരിക്കാനും വിനിമയം ചെയ്യാനും കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് ഇത് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മെമ്മറിയും അതുപോലെ മൈക്രോ പ്രോസസ്സറും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഡാറ്റ സംഭരിക്കാനും പറ്റും വിനിമയം ചെയ്യാനും കഴിയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ് സ്മാർട്ട് കാർഡ്. ഇതൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് സാധനമാണ്. അതുപോലെ അടുത്തത് നോക്കൂ, ഡിജിറ്റൽ ക്യാമറ കേട്ടോ. പിക്ചർ തരുമ്പോൾ മനസ്സിൽ പതിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പിക്ചർ വെച്ചിട്ട് തന്നത്. ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ നമുക്കറിയാലോ. ഡിജിറ്റൽ ക്യാമറ എന്താണ്? ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പകർത്താനും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനും എന്താണ്? ചിത്രങ്ങളെയും വീഡിയോകളൊക്കെ ഏതിലേക്ക് മാറ്റാനാണ്? ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഇത് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ ക്യാമറ ഡിജിറ്റൽ ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഡിജിറ്റൽ ക്യാമറ വഴി എടുക്കും അല്ലേ? ആ ചിത്രങ്ങളെയൊക്കെ ഏത് രൂപത്തിലായിരിക്കും എങ്ങനെയായിരിക്കും നിർമ്മിക്കുന്നത്? എങ്ങനെയായിരിക്കും? പിക്സലുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ. പിക്സലുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇനി അതേപോലെ ഇത് നോക്കൂ, ഇത് വന്നിട്ട് MICR ആണ് കേട്ടോ. മാഗ്നറ്റിക്. MICR ഫുൾ ഫോം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. മാഗ്നറ്റിക് കേട്ടോ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ കേട്ടോ. ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ കേട്ടോ. റെക്കഗ്നിഷൻ. റെക്കഗ്നിഷൻ കേട്ടോ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് MICRന്റെ ഫുൾ ഫോം. അതുപോലെ ഇതെന്താണ്? OCR ആണ് കേട്ടോ. OCR ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. പ്രീവിയസ് ഒക്കെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് കേട്ടോ.
എന്താണ് ക്യാരക്ടർ രൂപത്തിലുള്ള അടയാളങ്ങൾ അല്ലേ, അതൊക്കെ തുടങ്ങി തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ ആ ഒരു OCR വെച്ചിട്ട് കണ്ടോ നമുക്ക് പിക്ചർ നല്ല കറക്റ്റ് ആയിട്ട് വലുപ്പത്തിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇപ്പോൾ തന്നെ 28 സമയം അരമണിക്കൂർ ആകാനായി ക്ലാസ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇതിൽ നിന്നുള്ളത് പരിചയപ്പെടാം. നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റും തോന്നില്ല. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ ഓക്കെ ആയി. ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് കംപ്ലീറ്റ് ആക്കി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ഡിവൈസസ് ഫുൾ കൊടുക്കാം കേട്ടോ. അതിന്റെ അടുത്ത ക്ലാസ്സിൽ മെമ്മറി ഡിവൈസസ് ഫുൾ കൊടുക്കാം. എങ്കിൽ നമുക്ക് ഇതിൽ നിന്നുള്ള പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോകും. നോക്കൂത്, നമുക്ക് പ്രീവിയസ് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 101/22 ചോദ്യമാണ്. ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ് ഇമ്പാക്ട് പ്രിന്റർ? ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതിലാണ്? ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഔട്ട്പുട്ട് ഡിവൈസസിൽ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ വിഭാഗത്തിലാണ്. ഏതിലാണ്? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഡോട്ട് മാട്രിക്സ് പ്രിന്റർ വിഭാഗത്തില് ഇമ്പാക്ട് പ്രിന്ററുകൾ ഉൾപ്പെടുന്നു കേട്ടോ. ഇനി എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡിവൈസസ്. പ്രൈമറി ഡിവൈസസിന് ഉദാഹരണം ഏതാണ്? പ്രാഥമിക മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെമ്മറി ഡിവൈസസ് ട്ടോ. പ്രൈമറി മെമ്മറി ഡിവൈസസ്, പ്രാഥമിക മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വരും? ഏതൊക്കെ വരും? റാം വരും അല്ലേ, റാം വരും. പിന്നെ ഏതാണ് വരിക? പ്രോം വരും ട്ടോ. റാം, പ്രോം, പിന്നെ ഏത് വരും? ഈ പ്രോം അല്ലേ, ഈ പ്രോമും വരും ട്ടോ. റാം, പ്രോം, ഈ പ്രോം, ഇത് മൂന്നും എന്തിന് ഉദാഹരണമാണ്? പ്രാഥമിക മെമ്മറിക്ക് ഉദാഹരണമാണ്. ഓക്കെ. ഇനി ഈ ഡിജിറ്റൈസർ എന്ന് പറയുന്നത് 153/23 ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കൂ, ഈ ഡിജിറ്റൈസർ എന്താ പറയ്? ഡിജിറ്റൈസർ നമ്മൾ ഇപ്പൊ ക്ലാസ് പറഞ്ഞിട്ട് പോയതാണ്. ഡിജിറ്റൈസർ എന്താണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഡിജിറ്റൈസർ എന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണമാണ് അല്ലേ. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ജോയ്സ്റ്റിക്കോ? ജോയ്സ്റ്റിക് എന്താ? ഇൻപുട്ട് ഉപകരണമാണ്. ഇപ്പൊ നമ്മൾ ഡിജിറ്റൈസറും ജോയ്സ്റ്റിക്കും ഇപ്പൊ നമ്മൾ പഠിച്ചു വന്നതാണ് അല്ലേ. അപ്പൊ ഡിജിറ്റൈസറും ജോയ്സ്റ്റിക്കും ഇൻപുട്ട് ഡിവൈസസ് ആണ്. പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. പ്ലോട്ടർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് നോക്കൂ, 1 TB എത്രയാ? 1 TB 1 TB ടെറാബൈറ്റ്. ടി എന്താണ്? ടെറാബൈറ്റ് ആണ്. KB, GB, MB, TB ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകും കേട്ടോ. നമ്മൾ ഓരോരോ ക്ലാസ്സിലായിട്ട് അതൊക്കെ പഠിച്ചിട്ട് പോകും. ഒരു TB എത്രയാ? ഒരു TB എത്രയാണ്? എത്രയാണ്? 1024 GB ആണ്. എത്രയാണ്? 1024 GB ആണ് കേട്ടോ. 1024 GB ആണ്. അടുത്ത നോക്കൂ, OMR, മൗസ്, ജോയ്സ്റ്റിക്ക്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ് പറയൂ? OMRഉം ജോയ്സ്റ്റിക്കും പിന്നെ ഏതാണ്? മൗസ് അല്ലേ. മൗസ് കണ്ടുപിടിച്ചത് ആരാ നമ്മൾ പറഞ്ഞത്? ഡഗ്ലസ് ഏഞ്ചൽ പറഞ്ഞു അല്ലേ. OMRന്റെ ഫുൾ ഫോം എന്താ? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലേ. പിന്നെ ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഒരു TB എത്രയാ പറഞ്ഞ? 1024 GB ആണ് കേട്ടോ. ഒരു TB എന്ന് പറയുന്നത് 1024 GB. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വരുന്ന ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരാം. ഒരു TB മറക്കരുത് കേട്ടോ. അടുത്തത് OMR, മൗസ്, ജോയ്സ്റ്റിക്ക് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോ കമ്പ്യൂട്ടർ എന്താണ്? മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ കമ്പ്യൂട്ടർ ആർ സിംഗിൾ യൂസർ സിസ്റ്റം. സിംഗിൾ യൂസർ സിസ്റ്റം
അത് മൈക്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, ഒരു സിംഗിൾ യൂസർ സിസ്റ്റം ഇൻ സ്മോൾ സൈസും ട്ടോ, സ്മോൾ സൈസുമാണ്. അതുപോലെ ഒരു സിംഗിൾ യൂസർ സിസ്റ്റവും കൂടിയിട്ടാണ് ഏത് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി MAR അതിന്റെ എക്സ്പാൻസ് പറയൂ, അതിന്റെ ഫുൾ ഫോം കറക്റ്റ് പറയൂ. MAR എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നതാണ് MARന്റെ ഫുൾ ഫോം വന്നിട്ട് ട്ടോ. ഇനി MBR എന്താ മക്കളെ? MBR refer to MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ പറഞ്ഞു. MBR എന്തായിരിക്കും? മെമ്മറി ബഫർ ട്ടോ, ബഫർ ആണ്. മെമ്മറി ബഫർ രജിസ്റ്റർ ആണ് ട്ടോ, രജിസ്റ്റർ ആണ്. MICR പറയൂ. MICRന്റെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് അല്ലേ, മാഗ്നറ്റിക് ഇങ്ക് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതല്ലേടാ, ക്യാരക്ടർ റെക്കഗ്നിഷൻ. മാഗ്നറ്റ് ക്ലാസ് എടുക്കുക സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല. സാധാരണ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ അല്ലല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ച് പേര് ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഉഷാറില്ല. നമുക്ക് പറയാം ഒരു വടി കൊണ്ട് തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴത്തെ ആ സമയത്തെ വേദന ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ ഓരോരുത്തരുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകള് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ സമ്മർദ്ദത്തിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, പുറത്ത് പറയാൻ പറ്റാത്ത അടക്കം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ക്ലാസ് എടുക്കുന്നവിടെയും ഓരോരുത്തരും മാനസികമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒക്കെ ജീവിത മാർഗങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്താണ്, എല്ലാവരെയും ആശ്രയിച്ച് തന്നെയാണ്, ഒരാളെ ബന്ധപ്പെടുത്തി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഒരിക്കലും ഒരാളും ഒറ്റയ്ക്ക് സ്റ്റേണായിട്ട് നിന്നിട്ട് ഒരാൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഒരാളുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഓരോ കമന്റുകൾ നമ്മൾ താഴെ കാണുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളവിടെ തളരുകയാണ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ തന്നെ ഇൻട്രസ്റ്റേ ഇല്ല. പക്ഷേ ASMന്റെ എക്സാം ഉണ്ട്, കുറെ കുട്ടികൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. MICRന്റെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് കേട്ടോ. ഇനി QR കോഡ് എന്ന് നമ്മൾ പഠിച്ചു. QR കോഡ് എന്ന് പറയുന്നത് 2D ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് QR കോഡ്? QR കോഡിന്റെ പ്രവർത്തനം എന്താണ്? QR കോഡിന്റെ പ്രവർത്തനം എന്താണ്? എന്തായിരിക്കും? റീഡ് സോളമൻ എറർ കറക്ഷൻ പഠിച്ചു വെക്കണേ. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടർ ഓർ സിംഗിൾ യൂസർ സിസ്റ്റം ഈസ് എന്താണ്? സ്മോൾ ആണ് അല്ലേ, സ്മോൾ ആണ്. പിന്നെ എന്താണ്? MAR എന്താ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. MBR മെമ്മറി ബഫർ രജിസ്റ്റർ ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. ഇത് 2021 മുതൽ 2025 വരെ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. QR കോഡ് എന്താണ്? റീഡ് സോളമൻ എറർ കറക്ഷൻ. അടുത്ത നോക്കൂ, ഒരു നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ് അല്ലേ. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, പിന്നെ തെർമൽ പ്രിന്റർ. ഇത് മൂന്നെണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചോ കേട്ടോ. എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ മൂന്നും നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്. നെക്സ്റ്റ് നോക്കൂ, പ്രൈമറി മെമ്മറി ഡിവൈസസിന് ഉദാഹരണം ഏതാണ്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ല പ്രൈമറി മെമ്മറി, പ്രാഥമിക മെമ്മറിക്ക്. അതുപോലെ പറയൂ, പ്രൈമറി മെമ്മറി ഡിവൈസസിന് ഉദാഹരണം ഏതാണ്? റോം അല്ലേ, റോം ആണ് കേട്ടോ, റോം ആണ് പ്രൈമറി മെമ്മറി ഡിവൈസസിന് ഉദാഹരണം. പ്രാഥമിക മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞു റാം, EEPROM, പ്രോം, റോം. അപ്പൊ 4 പഠിച്ചില്ലേ. അപ്പൊ ഏതൊക്കെ വരും? പ്രൈമറി മെമ്മറി ഡിവൈസസിന് റോം വന്നു, പിന്നെ റാം വന്നു, പിന്നെ പ്രോം വന്നു, EEPROM വന്നു. ഇതൊക്കെ എന്താണ്? പ്രൈമറി മെമ്മറി ഡിവൈസസിന് ഉദാഹരണമാണ് കേട്ടോ. റാം, റോം. ഈ റോമിന്റെ കൂടെ തന്നെ ഇത് കണക്ട് ചെയ്താൽ മതി. റോം, പ്രോം,
EEPROM. പിന്നെ റാം കേട്ടോ. ഇനി റാമിന്റെ ഫുൾ ഫോം പറയൂ. റാം എന്താ റാം? റാൻഡം ആക്സസ് മെമ്മറി ഇല്ലേ? റാൻഡം ഫുൾ ഫോം ചോദിച്ചതാണ് കേട്ടോ. റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി കേട്ടോ. അടുത്തത് എക്സ്പാൻഡ് ഓഫ് CD-ROM. CD-ROMന്റെ എക്സ്പാൻഡ് ചെയ്യൂ. CD-ROMനെ എക്സ്പാൻഡ് ചെയ്യൂ. CD-ROM. CD എന്താണ്? കോമ്പാക്ട് ഡിസ്ക് ആണ് അല്ലേ? കോമ്പാക്ട് ഡിസ്ക്. റീഡ് ഓൺലി മെമ്മറി. കോമ്പാക്ട് ഡിസ്ക് എന്താണ്? CD-ROMന്റെ ഫുൾ ഫോം എന്താ? കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഇനി അടുത്തത് കീബോർഡ് ലേഔട്ട്. ഏതാണ് നമ്മുടെ കീബോർഡിന്റെ ലേഔട്ട്? എങ്ങനെയാണ്? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു കീബോർഡിന്റെ ഇപ്പോഴത്തെ കാണുന്ന കീബോർഡിന്റെ ലേഔട്ട് എങ്ങനെയാണ്? നമ്മൾ QWERTY കീബോർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ്? എന്താണ് കീബോർഡിന്റെ ലേഔട്ട് എങ്ങനെയാണ്? QWERTY അല്ലേ? അടുത്ത് നോക്കൂ. EEPROM stands for electrically എന്താണ്? electrically എന്താ വരിക? erasable, electrically erasable, programmable, read only memory, electrically erasable, programmable, read only memory. ഇനി BIOS stands for basic input. BIOS കേട്ടോ. BIOS ഇവിടെ EEPROM ആണ്. BIOSന്റെ ഫുൾ ഫോം എന്താ? EEPROMന്റെ ഫുൾ ഫോം പഠിച്ചില്ലേ? ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. BIOS എന്താണ്? ബേസിക് അല്ലേ? ബേസിക് ആണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് കേട്ടോ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇനി എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇപ്പൊ പഠിച്ചതാണ് നമ്മള്. എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ്? ഏതൊക്കെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചത്? ഒന്ന് ഇങ്ക് ജെറ്റ് പ്രിന്റർ അല്ലേ? രണ്ടേതാ? ലേസർ പ്രിന്റർ. മൂന്നേതാ? തെർമൽ പ്രിന്റർ. ഓക്കെ. ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണം പറയൂ. ചോദിച്ചതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ പറയൂ. ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ വരും? വെബ് ക്യാമറ അല്ലേ? വെബ് ക്യാമറ ഏതിന് ഉദാഹരണമാണ്? ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ്. പിന്നെ സ്കാനർ അല്ലേ? സ്കാനർ. പിന്നെ OMR, കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ്. ഈ റാം, ഹാർഡ് ഡിസ്ക്, റോം ഇതൊക്കെ എന്താ? റാം എന്താണ്? റാം എന്ന് പറയുന്നത് ഒരു വോളൈറ്റൽ മെമ്മറി ആണ്. എന്താണ്? വോളൈറ്റൽ മെമ്മറി ആണ്. അതായത് ഒരു അസ്ഥിര മെമ്മറിയാണ് കേട്ടോ. അസ്ഥിര എന്നാണ്. റാം ഒരു വോളൈറ്റൽ മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് എന്താ? ഹാർഡ് ഡിസ്ക് ഒരു ഓക്സിലറി മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് ഒരു ഓക്സിലറി മെമ്മറിയാണ്. റോം എന്താണ്? നോൺ വോളൈറ്റൽ മെമ്മറിയാണ്. നോൺ വോളൈറ്റൽ മെമ്മറി ആണ്. ഓക്കെ ആണോ? അതായത് സ്ഥിരം. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നന്നായിട്ട് ഇത് പഠിച്ചു വെക്കണം. എന്താണിത്? റാം എന്ന് പറയുന്നത് ഒരു വോളൈറ്റൽ മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് നോൺ വോളൈറ്റൽ മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി മെമ്മറിയുമാണ്. അടുത്ത നോക്കൂ. OLED മോണിറ്റേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ. OLED എന്താ? OLED
OLED അതിന്റെ ഫുൾ ഫോം പറയൂ. Organic light emitting diode. Organic light emitting diode OLED കേട്ടോ. ഇനി DTP stands for DTP. എന്താ DTP? Desktop publishing. Desktop publishing. ഇനി ഫുൾ ഫോം ഓഫ് LCD. LCD യുടെ ഫുൾ ഫോം ചോദിച്ചതാണ്. LCD liquid crystal display. Liquid crystal display. ഇനി ഒരു 1 GB എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു 1 GB എന്ന് പറഞ്ഞാൽ ഒരു 1 GB. എത്രയാണ്? 1024 MB അല്ലേ? 1024 MB. ഒരു TB പറഞ്ഞാൽ എത്രയാ? 1024 GB അല്ലേ? 1024 GB. ഒരു KB പറഞ്ഞാൽ 1024 bytes ആണ്. 1024 bytes ആണ് കേട്ടോ. ഒരു GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്. അപ്പം നമ്മൾ GM എന്ന് പഠിക്കാറില്ലേ? GM. ഇപ്പോൾ വലിയ വ്യാപാര ബിസിനസ്സുകാരെയൊക്കെ നമ്മൾ അതിൻ്റെ ഓണർ എന്ന് പറയും. GM വന്നിട്ടുണ്ടല്ലേ, ജനറൽ മാനേജർ എന്ന് പറയും അല്ലേ? അപ്പം അങ്ങനെ കണക്ട് ചെയ്താൽ മതി GM കേട്ടോ. അപ്പം 1 GB ആണ് ഒരു 1024 MB എന്ന് പഠിക്കുക കേട്ടോ. ഒരു GB 1024 MB. Gയും ഇവിടെ M കേട്ടോ. അതുപോലെ ഒരു TB കേട്ടോ. ഒരു TB എന്ന് പറയുന്നത് 1024 GB ആണ് കേട്ടോ. 1024 GB ആണ്. ഒരു KB 1024 bytes ആണ്. ഇനി CPU is a memory that communicate directly with the CPU is called main mem. എന്താണ് പറയൂ? എന്താണ്? ഇവിടെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. CPU is a എന്താണ്? എന്താണ് നമ്മൾ CPU നെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കാനേ. എങ്ങനത്തെ മെമ്മറിയാണ് CPU എന്ന് പറയുന്നത്? അതായത് CPU എന്ന് പറയുന്നത് എന്താണ്? CPU is a memory that communicate directly with the CPU is called main memory അല്ലേ? മെയിൻ മെമ്മറി ആണ് ഏത്? CPU has direct access to cache memory അല്ലേ? നേരത്തെ എന്താണ്? cache മെമ്മറിക്ക് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് വിവരങ്ങൾ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? CPU നിന്നാണ് അല്ലേ? അപ്പൊ CPUവിന്റെ തൊട്ട് CPU മെമ്മറിന്റെ തൊട്ട് തന്നെ കിടക്കുന്നതാണ് ഏത്? cache മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണം സ്കാനർ അല്ലേ? ഏത് വരും? ഏതൊക്കെ വരും? ഇൻപുട്ട് ഡിവൈസസ് സ്കാനർ വരും. പിന്നെ പഠിച്ചതൊക്കെ ഓർമ്മ എടുത്തെടുത്ത് വരും കേട്ടോ. ഗ്രാഫിക് ടാബ്ലറ്റ്, ഇതൊക്കെ എന്താണ്? ഗ്രാഫിക് ടാബ്ലറ്റ്. പിന്നെ ബയോമെട്രിക് സെൻസർ. നേരത്തെ തന്നതൊക്കെ ഫുള്ളും പഠിച്ചാൽ മതി കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ അത്ര ധാരാളം തന്നെയാണ്. വെർച്വൽ മെമ്മറിയുമായി ബന്ധമുള്ളത് ഏതാണ്? വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമുള്ളതാണ് ഒന്ന് സ്വാപ്പിംഗ്, പിന്നെ ഡിമാൻഡ് പേജിംഗ് കേട്ടോ. ഡിമാൻഡ് സ്വാപ്പിംഗും ഡിമാൻഡ്
പേജിങ്. അടുത്തത് മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ ശാരീരിക സവിശേഷതകൾ. ആധാർ കാർഡ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വിരലുകൾ വെക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ഇതൊക്കെ എടുക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ബയോമെട്രിക് സെൻസർ ആണ് അല്ലേ? ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് സെൻസർ കേട്ടോ, ബയോമെട്രിക് സെൻസർ ആണ്. അടുത്ത OCR. എന്താ OCR? Optical character reader. Optical character reader. Optical character reader. ഇനി എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റിക് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്കിന് ഉദാഹരണം. മാഗ്നറ്റിക് ഡിസ്കിന് ഉദാഹരണം ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഡിസ്കിന് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ആണ്. അടുത്തത് മദർ ബോർഡ്. മദർ ബോർഡ് എന്താണ്? മദർ ബോർഡിന്റെ യൂസ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് സ്ലോട്ട്സ്. മദർ ബോർഡിന്റെ യൂസ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് സ്ലോട്ട്സ്. CPU is a accumulator. CPU is a accumulator. Motherboard is a expansion of slots കേട്ടോ. expansion of slots. അടുത്തത് 1TB പറയൂ. വീണ്ടും ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ? ചോദിച്ചു തന്നെ ചോദിക്കുന്നത്. 1TB. T കഴിഞ്ഞാൽ G വരണ്ടേ? എത്രയാണ്? 1024 GB അല്ലേ? 1024 GB. ഓക്കെ, ഇവിടെ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമ്മൾ GM എന്ന് പഠിച്ചില്ലേ? GM 1 GB 1024 MB അങ്ങനെയല്ലേ പഠിച്ചത്? Gയും M. ഇനി 1TB എന്ന് പറഞ്ഞാൽ അവിടെ TG കൊടുക്കുക. 1024 GB കണ്ടോ? TG GM അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വോളൈറ്റൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? വോളൈറ്റൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? വോളൈറ്റൽ മെമ്മറി, നോൺ വോളൈറ്റൽ മെമ്മറി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വോളൈറ്റൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഏതാണ്? റാം ആണ് അല്ലേ? റാം ആണ്. നോൺ വോളൈറ്റൽ ഏതാണ്? റോം ആണ്. Which of software resides in main memory always? Which of the system software resides in main memory always? ലോഡർ ട്ടോ. ആൻസർ ഏതാണ്? ലോഡർ ആണ്. ലോഡർ. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ആണ്. 4 ബിറ്റുകളാണ് കേട്ടോ. 4 ബിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ക്വസ്റ്റ്യൻ? ഒരു 35 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ ഇൻപുട്ട് ഡിവൈസസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിനി നമുക്ക് ആദ്യം IT കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി ഡിവൈസസ്, പിന്നെ അതുപോലെ നെറ്റ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ഹബ്ബ്, സ്വിച്ച്, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പഠിച്ചു പോവുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നാളത്തെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നാളേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.